哎呀，新年快乐！新年快乐！过年好！过年好！ഈ ഒരു ഏരിയയിലത്തെ ബിൽഡിങ്സിനൊക്കെ ഒരു പ്രത്യേകമായ ഒരു ആർക്കിടെക്ചറാണ് വരുന്നത്. ഹാർബിനിലെ പെൺകുട്ടികൾ കേട്ടോ നല്ല ഭംഗിയാണ്. ഹാർബിനിലെ പെൺകുട്ടികൾ നല്ല ഭംഗിയാണെന്ന് എന്ത് പറയുന്നു അക്ഷയ്? എന്ത് തോന്നുന്നു? സോറി, ഞാൻ അങ്ങനെ അക്ഷയ് നമ്മൾ പ്രൈഡ് ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പ്രൈഡ് അക്ഷയ്. ഇതേ നിൽക്കുന്ന ഒരു ഭൂത കണക്കുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഒരു സൈഡിലോട്ടുള്ള വ്യൂ നോക്കൂ ഗൈസ്. ഇതാണ് സെന്റ് സോഫിയാസ് കത്തീഡ്രൽ. ഏരിയാസ് മൊത്തം അവർ ഒഴിപ്പിച്ചു. ഫയർ ഹസാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് മൊത്തം ഒഴിപ്പിച്ചിട്ട് അക്ഷയ് ഏത് പാട്ടിനും ഡാൻസ് കളിക്കും. ഹലോ ഈ സോങ്ഹ്വാ റിവർ മൊത്തം ഐസാണ് ഇപ്പൊ. ഇതൊന്ന് കുത്തി നോക്കിയാലോ. അടിയിൽ മീനൊക്കെ എന്തായിരിക്കും അവസ്ഥ? മൈമോ തെറിച്ചു പോയിരുന്നോ? മൈമോ അതിന്റെ ഇടയിലൊന്ന് പോയിട്ട് കയറി തോന്നുന്നു. എത്ര റേറ്റ് ചെയ്യും 10-ൽ? 7. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഹാർബിനിലാണ്. ഹാർബിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഒക്കെ കാണാനായിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ്. ഹാർബിനിലെ അടുത്ത ഫേമസ് സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. സെൻറ്റ് സോഫിയാസ് കത്തീഡ്രലും പിന്നെ അതേപോലെ തന്നെ സോങ്ഹ്വാ റിവർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സൊവിനിയേഴ്സ് ഒക്കെ മേടിക്കണം. സൊവിനിയറിൻ്റെ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സൊവിനിയേഴ്സ് മേടിക്കണം. അതേപോലെ തന്നെ സോങ്ഹ്വാ റിവറിനെ പറ്റി പറയുകയാണെങ്കിൽ സോങ്ഹ്വാ റിവർ ഫുള്ള് ഫ്രീസായി കിടക്കുന്ന ഒരു റിവറാണ്. അപ്പോൾ ആ റിവറിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കാൻ പറ്റും തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമ്മുടെ അക്ഷയ് എന്തായാലും വരും. അക്ഷയ് ഗൂഗിളിൽ നോക്കി പഠിച്ചിട്ട് പറയുന്നതാണ്. സെൻറ്റ് സോഫിയാസ് കത്തീഡ്രലിനെയൊക്കെ പറ്റിയിട്ടും സോങ്ഹ്വാ റിവറിനെയൊക്കെ പറ്റിയിട്ട് പറയാൻ നമ്മുടെ ഒപ്പം രാഹുലുണ്ട്. അവരെല്ലാവരും നിങ്ങൾ പറയണം കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഓക്കെ സെറ്റ് ബൈ. ടൂർ ഗൈഡ്സ് ഓക്കെ സാർ. ഇതെന്താ ഫെറാറിൻ്റെ ജാക്കറ്റൊക്കെ ഇട്ട് റൈഡിന് പോകാനാണോ? ഏതൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് ഒരു സൊവിനിയർ മേടിക്കൽ നിങ്ങളുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ എവിടെ വന്നാലും ഒരു സൊവിനിയർ മേടിക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ചെറിയൊരു കുഞ്ഞ് ഷോപ്പ് കണ്ടിട്ടുണ്ട്. നല്ലൊരു സുന്ദരിയായിട്ടുള്ള ആയി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെയാണ് ഇപ്രാവശ്യം സൊവിനിയർ മേടിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ആയി ജിഗദോഷ 10 块钱3个. ആയോ കൈതാ 3 എണ്ണത്തിന് 10 രൂപയാണുള്ളൂ. ഭയങ്കര ചീപ്പാണ് കേട്ടോ. ഇവിടെ നമ്മുടെ സാധനമുണ്ട്. പിന്നെ ഇവിടെ ഹാർബിൻ്റെ ഓരോ വ്യത്യസ്തമായിട്ടുള്ളത് നമ്മുടെ സെൻറ്റ് സോഫിയാസ് കത്തീഡ്രലാണ്. അവിടേക്ക് നമ്മൾ പോകാൻ നിൽക്കുവാണ്. പിന്നെ ഹാർബിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും നല്ലൊരു സാധനം നോക്കിയിട്ട് എടുക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മറ്റേ സൊവിനിയേഴ്സൊക്കെ മേടിച്ചു. ഇതായി നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് റഷ്യൻ ഡോൾസും പാവകളേനൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. ആയ്യ ചിന്യാൻ കൊയല അതെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 7 ഡോളൊക്കെ ആയിട്ട് വരുന്ന ഓരോ സംഭവങ്ങളാണ്. ഇവിടെ നിന്ന് എല്ലാവരും ഇപ്പോൾ സൊവിനിയേഴ്സൊക്കെ മേടിച്ചത്. രാഹുലൊക്കെ കുറേ സൊവിനിയേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സൊവിനിയേഴ്സൊക്കെ മേടിച്ചിട്ട് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ഓക്കെ കാണാം. നമ്മൾ ഷിയാനും ബാക്കി സ്ഥലത്തും ഗ്വാങ്ജോ അതേപോലെ ഷാങ്ഹായ് ആ ഒരു സ്ഥലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലത്തെ ബിൽഡിങ്സിനൊക്കെ ഒരു പ്രത്യേകമായ ഒരു ആർക്കിടെക്ചറാണ് വരുന്നത്. ഇവിടുത്തെ ഒരു ഡിസൈനൊക്കെ ഏകദേശം ഒരു റഷ്യൻ മോഡലിലോട്ടുള്ള ഒരു സ്റ്റൈലിലൊക്കെയാണ് ഇവിടുത്തെ ഡിസൈൻസ് വരുന്നത്. ഇവിടെ ഒരേ ബിൽഡിങ്ങിനും അതിൻ്റേതായ ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഉള്ള രീതിക്കല്ല ഇവിടുത്തെ വീടിൻ്റെ ഒരു ആർക്കിടെക്റ്റ് ആയിക്കോട്ടെ, റൂഫിംഗ് ടൈപ്പൊക്കെ ആയിക്കോട്ടെ, അതിനൊക്കെ നല്ല രീതിക്ക് വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഹാർബിനെ പറ്റി പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർബിൻ നോർത്ത് ഈസ്റ്റ് ആണല്ലോ. ദോങ്പൈ സായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഫുഡൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര ടേസ്റ്റ് കൂടിയ ഫുഡുകളുമാണ്. വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷസ് ഉണ്ട്. പിന്നെ എന്താ നിനക്ക് ഹാർബിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഹാർബിനിലെ പെൺകുട്ടികൾ കേട്ടോ നല്ല ഭംഗിയാണ്. കൊള്ളാം. നമ്മളിവിടെ ഫുഡും ആർക്കിടെക്റ്റും ബിൽഡിങ്ങൊക്കെ പറയുമ്പോൾ ഇവിടെ പെൺകുട്ടികളെ വായ നോക്കി നടക്കുന്നതാണ് രാഹുൽ. എന്താണ് രാഹുൽ ഇത്? ഹാർബിനിലെ പെൺകുട്ടികൾ നല്ല ഭംഗിയാണെന്ന് എന്ത് പറയുന്നു അക്ഷയ്? എന്ത് തോന്നുന്നു? സോറി, ഞാൻ അങ്ങനെ അക്ഷയ് നമ്മൾ പ്രൈഡ് ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പ്രൈഡ് അക്ഷയ്. നമ്മളൊരു സുന്ദരിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇങ്ങനെ താഴത്തോട്ട് പോകുന്നുണ്ടോ. വിൻ്റർ ഈസ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുന്ദരി ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിയാനിലൊക്കെ ഹാൻഡ് ഫൂ പോലത്തെ ഡ്രസ്സ് ഇടൂലേ, ആ ഹാൻഡ് ഫൂ ഡ്രസ്സ് ഇടുന്ന പോലെ തന്നെ ഇവിടെ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള വേറൊരു തരം ഡ്രസ്സ് ഇടലുണ്ട്. ആ ഡ്രസ്സിൻ്റെ സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ അതെ ഇങ്ങനത്തെ സുന്ദരികളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാൻ പറ്റും കേട്ടോ. നമുക്ക് പുതിയ ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഉള്ളത്. ഏകദേശം 200 യുവാൻസാണ് പറഞ്ഞത്, 2400 രൂപ. നമുക്ക് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാം, മേക്കപ്പൊക്കെ ഇട്ട് തരും. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. രാഹുലിൻ്റെ സ്ഥലമാണ് കേട്ടോ. രാഹുൽ ഇത് ഇവിടേക്ക് മെയിനായിട്ട് വന്നതാണ്. വണ്ടർലാൻഡാണ് രാഹുലിൻ്റെ. കുറേ സുന്ദരികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഫുൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും.
ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് തരും. ഈ ഡ്രസ്സിനൊക്കെ 18,000 കേട്ടോ. ഇത് പക്ഷേ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചുമ്മാ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കലും സംഭവമൊക്കെയാണ് വെച്ചെങ്കിൽ ഏകദേശം ഒരു 200 yuans ഒക്കെ വരുന്നുള്ളൂ. ഇതേ നിൽക്കുന്ന ഒരു ഭൂത കണക്കുണ്ടല്ലോ. അതുകൊണ്ട് സുന്ദരിയായ ഡ്രസ്സുകൾ കുറേ ഉള്ളൊരു സ്ഥലം. നമുക്കൊന്ന് പോയി നോക്കാം ചുമ്മാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറേ ഇങ്ങനെ സുന്ദരികളായ കുറേ ഡ്രസ്സുകളും സുന്ദരികളേനെയൊക്കെ കണ്ടതിന് ശേഷം ഏകദേശം 300 yuan, അവിടെ എത്തിയപ്പോൾ 300 yuan 400 yuan ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ ആർക്കും ഇപ്പോൾ ഇടാനും താല്പര്യമില്ല, നമുക്ക് സമയമില്ല, നമുക്ക് മെയിനായിട്ട് സ്ഥലങ്ങളൊക്കെ കാണണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഡ്രസ്സൊന്നും ഇടുന്നില്ല. നമ്മൾ നേരെ ഇനി അപ്പുറത്തേക്ക് സോഫിയാസ് കത്തീഡ്രലിലോട്ട് പോവാണ് ഗൈസ്. നമ്മളിത് സെൻറ്റ് സോഫിയാസ് കത്തീഡ്രലിൻ്റെ അവിടെ അങ്ങോട്ട് എത്തിയേക്കാണ്. ഇതാണ് സെൻറ്റ് സോഫിയാസ് കത്തീഡ്രൽ. ഇതിൻ്റെ ഈ പുറത്ത് ഭാഗങ്ങളിലായിട്ട് കുറേ പേര് ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഈ ഹാൻഡ് ഫുഡ് ഡ്രസ്സ് പോലെ തന്നെ നമ്മൾ നേരത്തെ താഴത്ത് പോയ പോലത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെ അണിഞ്ഞിട്ടുള്ള പെൺകുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ സുന്ദരികളായ കുറേ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി നിൽക്കുന്ന അടുത്ത സുന്ദരി. എവിടെ നോക്കിയാലും സുന്ദരീസ്. അവിടെ അവരൊരു മൂണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം അവിടെ ഒരു സൂപ്പർ ക്രിസ്മസ് ട്രീ. ഈ ഒരു സൈഡിലോട്ടുള്ള വ്യൂ നോക്കൂ ഗൈസ്. ഇതാണ് സെൻറ്റ് സോഫിയാസ് കത്തീഡ്രൽ. സെൻറ്റ് സോഫിയാസ് കത്തീഡ്രലിനെ പറ്റിയിട്ട് അക്ഷയന് എന്ത് പറയാനുണ്ട്? ഇത് 1907 പണിത്. 1907. ഏകദേശം 125 വർഷത്തോളമായിട്ടുണ്ട് അത് പണിതിട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ നമുക്ക്? അവിടെയാണ് എൻട്രൻസ്, പക്ഷേ ടൈം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ആൾക്കാരെ കയറ്റി വിടുന്നില്ല. 20 yuans ആണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി കൂടുതലായിട്ട് ഡീപ് സീക്കിൽ നോക്കിയിട്ട് പഠിച്ച രാഹുലിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. രാഹുൽ പറഞ്ഞോ, തുടങ്ങിക്കോ. ഈ സെയിൻറ്റ് സോഫിയ കത്തീഡ്രൽ വേണം, നമ്മുടെ റഷ്യൻ ഓർത്തഡോക്സ് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ കത്തീഡ്രലാണ്. ഇത് ഒരു കോപ്പി എന്ന് പറയാൻ പറ്റിയ ഒരു ഇൻസ്പയർഡ് ഫ്രം ബിസന്റീൻ എംപയറിൽ ഉണ്ടായിരുന്ന ഒരു ചേർച്ചിൻ്റെ റിക്രിയേഷനാണ് ഇവിടെ ചൈന ഹാർബറിലുള്ള ഈ കത്തീഡ്രൽ. ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഏൻഷ്യൻറ്റ് ആർക്കിടെക്ചറും ഏൻഷ്യൻറ്റ് യൂസ്ഡ് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഇത് മ്യൂസിയം പോലത്തെ ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഉള്ളിൽ പോയി നോക്കാം എന്താണെന്ന്. ഉള്ളിലോട്ട് ഇപ്പോൾ എൻട്രി ഉണ്ടോ സാർ? എൻട്രി ഉണ്ട് സാർ. എൻട്രി ഉണ്ട് സാർ. സാറിന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. അടച്ചു വന്നൊന്നും പറയരുത് സാർ. അപ്പോൾ നമ്മൾക്ക് സെൻറ്റ് സോഫിയാസ് കത്തീഡ്രൽ കാണണോ അതോ രാഹുലിനെ പോലെ കണ്ട സുന്ദരികളെ നോക്കിയിട്ട് ഫോട്ടോ എടുത്ത് നിൽക്കുന്നോ? രാഹുലിൻ്റെ ഒറ്റ ഫോട്ടോ എടുത്തിട്ടില്ല അവിടെ നിന്ന്. ഫുൾ ആ സുന്ദരികളുടെ ഫോട്ടോ നീ ഒരു കോമഡിക്കാരൻ തന്നെ. ഇവിടെ ബസ്സിൻ്റെ ഉള്ളിൽ വരെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മത്സരിച്ചിട്ട് ഇവിടെ ഓരോ രീതിക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ട് അതിസുന്ദരികളായിട്ടാണ് നടക്കുന്നത് ഇവിടെ. നമ്മൾ സോഫിയാസ് കത്തീഡ്രലിലേക്ക് കയറാൻ പോവാണ്. അക്ഷയ് പറഞ്ഞു ഇത് അടച്ചേക്കുകയാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മെയ്സ്ലാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 9:30 വരെ ഓപ്പൺ ആണ്. ഇപ്പോൾ സമയം ആകെ 6:30 വരെ ആയിട്ടുള്ളൂ. ഇനി നമ്മളിവിടെ നേരെ നമ്മുടെ സ്റ്റുഡൻറ്റ് ഓഫറിൽ 15 yuan, അഡൽട്ട് ഓഫർ 20 yuan ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഉള്ളിലോട്ട് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ സെൻറ്റ് സോഫിയാസ് കത്തീഡ്രലിൻ്റെ ഉള്ളിലോട്ട് കയറിയൊക്കെയാണ്. ഇവിടെ പല രീതിക്കുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളീൻ്റെ ഓരോ രൂപത്തിലുള്ള ഫോട്ടോസും ഈ ഹാർബിലുള്ള തന്നെ വേറെയും കുറച്ച് പള്ളികളുടെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മുകളിലോട്ടൊക്കെ കുറേ ചിത്രരൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 120 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. ഇനി ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ ഗൈസ്, വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മുകളിലോട്ട് ഒരു വലിയ ഷാൻഡലർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പണ്ട് കുർബാനയൊക്കെ കാര്യങ്ങൾ നടന്നിരുന്ന ഒരു പള്ളിയായിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ കുർബാന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു മ്യൂസിയമായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോ ഒക്കെ വലിയ രീതിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ആർട്ടിസ്റ്റ് ഇരുന്നിട്ട്, ഒരു സുന്ദരി ആർട്ടിസ്റ്റ് ഇരുന്നിട്ട് അവിടെ കീബോർഡും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ. 1907 നമ്മുടെ ഈ സോഫിയ ചർച്ച് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫുള്ളൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അക്ഷയ് പറഞ്ഞ പോലത്തെ സംഭവം തന്നെയാണ്. 1907 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വാങ് ഷി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തം ഒരു വുഡൻ സംഭവത്തോണ്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഇതേ സോഫിയ ചർച്ചിൻ്റെ രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. പുറത്തുള്ളത് മൊത്തം ആക്രിലിക് പെയിൻറ്റിങ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് 2022-23 ഇത് ഇവിടേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിവിടെ കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നേരെ പള്ളീൻ്റെ അവിടെ നിന്ന് നേരെ ലൈറ്റ് അങ്ങോട്ടാക്കിയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഫുള്ള് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ വെച്ചിട്ട് അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ബിൽഡിങ്ങിലോട്ട് മൊത്തം
ബാർബീൻ്റെയും അങ്ങനെ കുറേ ക്യാരക്ടേഴ്സൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് ലേസർ കൊടുത്തിട്ടാണ് ഇവിടെ ഷോ നടക്കുന്നത്. ഗൈസ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1907 അക്ഷയ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വുഡൻ രീതിക്കാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സെൻറ്റ് സോഫിയാസ് കത്തീഡ്രൽ. എന്നിട്ട് അതിനുശേഷം 1912 ഇതിനെ ഫുള്ളി ഈ മറ്റേ ബ്രിക്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചൈനീസ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട്, അതായത് നമ്മുടെ ഹാർബിൻ ഗവൺമെൻറ്റും കാര്യങ്ങളും ചൈനീസ് ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ഏറ്റെടുത്തിട്ട് ഇതിനൊരു ടൂറിസ്റ്റ് ഏരിയ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇതാക്കി. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ചുറ്റോറമുള്ള ഈ കാണുന്ന ഏരിയാസ് മൊത്തം അവർ ഒഴിപ്പിച്ചു. ഫയർ ഹസാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് മൊത്തം ഒഴിപ്പിച്ചിട്ട് ഏകദേശം 31 ഡേയ്സ് കൊണ്ടാണ് ഇവർ ഫുൾ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആക്കി മാറ്റിയത്. അപ്പോൾ ഇതാണ് എനിക്ക് ഹാർബിൻ സോഫിയാസ് കത്തീഡ്രലിനെ പറ്റിയിട്ട് കുറച്ച് കിട്ടിയ ന്യൂസ്. ഒരു ബസ് ഫുള്ള് പാട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ ഫുള്ള് ഓണായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഏത് പാട്ടിനും ഡാൻസ് കളിക്കും. അക്ഷയ് കണ്ടോ, നമ്മുടെ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു, ഇതാണ് അക്ഷയ്. ഇതേ ഇവിടുത്തെ പാട്ടിന് അക്ഷയ് ഡാൻസ് കളിക്കും. എന്ത് പള്ളി. അങ്ങനെ ഗൈസ്, നമ്മളിത് ഹാർബിൻ്റെ മെയിൻ സ്ഥലമായ ജോങ് യാവ് സ്ട്രീറ്റിലോട്ട് വന്നേക്കാണ്. ജോങ് യാവ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സ്ട്രീറ്റാണ് കേട്ടോ. ഇവിടെയാണ് കുറച്ചും കൂടി നമുക്ക് വലിയ ബിൽഡിങ്ങും ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കാണാനുള്ളത്. അതേപോലെ തന്നെ ഒരു ബിൽഡിംഗ് ആർക്കിടെക്ചറൊക്കെ നിങ്ങൾ നോക്കൂ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ വ്യത്യാസമായ ഒരു രീതിക്കാണ് ഇവിടുത്തെ ഒരു ആർക്കിടെക്റ്റ് മൊത്തം വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ചെങ്ഡൂലൊക്കെ കണ്ട പോലെ തന്നെ ഒരു 3D സ്ക്രീനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് ഹുവാവേ സ്റ്റോറും അങ്ങനെ കുറച്ചും കൂടി ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ് ഇത് വരുന്നത്. സെൻട്രൽ സ്ട്രീറ്റ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഹലോ 小朋友你好，新年快乐！你可以说新年快乐吗？新年快乐 ！Happy New Year！ 很厉害。അപ്പോൾ നമ്മൾ ഗൈസ് നമ്മൾ ഈ സെൻട്രൽ സ്ട്രീറ്റ് ഹലോ 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 ചിന്യാൻ കൊയല അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളിത് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ നമ്മൾ നോക്കിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചെല്ലാവരും അടുത്ത് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയിട്ട് കുറേ സ്ട്രീറ്റ് ഫുഡിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇനി ഈ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഈ ഏരിയാസൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ പല രീതിക്കുള്ള സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സോസേജാണ് വരുന്നത്, ഹാർബിൻ സ്പെഷ്യൽ സോസേജ്. ഇത് പിന്നെ പൊട്ടറ്റോ ഫ്രൈ ആണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തോഫുവിൻ്റെ ഒരു ഫ്രൈ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റിക്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ മുസ്ലിം സ്ട്രീറ്റിൽ കിട്ടുന്ന സെയിം സ്റ്റിക്സ് പോലത്തെ സാധനങ്ങളാണ് വരുന്നത്. ഇത് നമ്മുടെ കൗറോ ആണ്, നമ്മുടെ മറ്റേ മട്ടൻ്റെ ഒരു ബാബിക്യൂ ആണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിങ്കി തോഫു ഉണ്ട്. ചിങ്കി തോഫു ഷാവഷിങ്ങിലെ സ്പെഷ്യൽ ഐറ്റമാണ്. പിന്നെ ഇവിടേക്ക് വേറെ എന്തെല്ലോ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് കുറച്ച് പൊട്ടറ്റോ ബോൾസ് ഫ്രൈ ചെയ്തിട്ടുള്ളതുണ്ട്. പിന്നെ ഇവിടെയും സോസേജുകൾ തന്നെയാണ് വരുന്നത്. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ അടുത്ത യാങ്റോ ഹോറോ ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ബീഫിൻ്റെ ബോട്ടി ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതേ ബോട്ടി ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചിക്കനും കാര്യങ്ങളൊക്കെ ആക്കി തരുന്നുണ്ട്. പിന്നെ നമ്മുടെ വെറൈറ്റി സ്പെഷ്യൽ ഐറ്റം അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇവിടെ തേളുണ്ട്, പുഴുണ്ട്, പല്ലിയുണ്ട്, പാറ്റുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ എന്തെല്ലോ സാധനങ്ങളുണ്ട്. ഹലോ 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 ഹലോ. പിന്നെ ഇവിടെ ഒരു സ്റ്റിങ്കി തോപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വേറെ കുറേ ഐറ്റംസ്, ഇവിടെ സ്ക്വിഡിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ മട്ടൺ ടോറോ, പിന്നെ ചിക്കൻ്റെ ഐറ്റംസ്, അങ്ങനെ കുറേ രീതിക്കുള്ള സ്ട്രീറ്റ് ഫുഡ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ പഞ്ഞൂട്ടായി ഉണ്ട്. നമ്മളെന്തായാലും ഇന്ന് പോയിട്ട് ദോങ്ബൈ സ്പെഷ്യൽ ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റാലിൻ മോണുമെൻറ്റിൻ്റെ അടുത്താണുള്ളത്. ഇത് ചൈനീസ് ടീമും അതേപോലെ തന്നെ സോവിയറ്റ് ടീമും ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഏതോ ഒരു ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു മോണുമെൻറ്റിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാർബിനിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. 3 പേര് 3 സൈഡിലോട്ട് ഓടി. അവർക്ക് 3 ആൾക്ക് ഒന്നും തന്നെ അറിയില്ല എന്താണ് ഹാർബിനിൽ നിൽക്കുന്ന ഫ്രണ്ട്സിന് പോലും ഇവിടുത്തെ മോണുമെൻറ്റിനെ പറ്റിയിട്ടോ സംഭവങ്ങളെ പറ്റിയിട്ടോ ഒന്നും അറിയില്ല. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയിരുന്ന അധികം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇനി വേറൊരു സ്ഥലത്തോട്ട് പോവാം. നമ്മളപ്പോൾ സോങ്ഹുവ റിവറിലോട്ട് വന്നേക്കാണ് കേട്ടോ. ഈ സോങ്ഹുവ റിവർ മൊത്തം ഐസാണ് ഇപ്പോൾ ഈ ഐസിൻ്റെ മുകളിൽ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, കടകളുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ സമ്മറിൻ്റെ സമയത്ത് ഇവരിവിടെ വന്നിരുന്നായിരുന്നു. ഈ സ്റ്റെപ്സിൻ്റെ അവിടെയൊക്കെ ഇവിടെ തൊട്ട് വെള്ളമായിരുന്നു.
ഇവിടെ മുതൽ വെള്ളമായിരുന്നു. ഇപ്പോൾ ഇവിടെ മാറ്റൊക്കെ ഇട്ടിട്ട് ഫുൾ ഐസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് ഗൈസ് കാണുന്ന കാഴ്ച. നമ്മൾ ലേക്കിലോട്ട് ഇറങ്ങി. ലേക്ക് ഫുള്ള് ഫ്രീസായി. ഇതിൻ്റെ മുകളിലൊരു മാർക്കറ്റും അതേപോലെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് അവിടെ ആക്ടിവിറ്റീസ് ഉള്ളതെന്നൊക്കെ പോയി നോക്കി നോക്കാം. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ആക്ടിവിറ്റി. നമ്മളതിന് ഇങ്ങനെ ആ ട്യൂബിൻ്റെ മുകളിലിരിക്കുക, ജീപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മളെങ്ങനെ ഫുള്ള് അങ്ങ് കറക്കും. ഇത് ഫുള്ള് ഒരു റിവറാണ് കേട്ടോ. ഈ റിവർ തന്നെ ഫുള്ള് സ്നോ ആയി അതങ്ങോട്ട് ഐസായിട്ട് ഇരിക്കുന്നതാണ്. ഇത് മൊത്തം ഈ മതിൽ പോലത്തെ ഉണ്ടാക്കിയത് മൊത്തം സ്നോ ആണ്. ഇവിടുന്ന് ഈ റിവറിന്ന് സ്നോ എടുത്തിട്ട്, അതായത് ഐസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ട ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവലിൽ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയേക്കുന്നത്. ഈ കാണുന്ന ഏരിയ മൊത്തം ഒരു റിവറാണ്. അതിലാണ് ഇപ്പോൾ ഇവിടെ മാർക്കറ്റും കാര്യങ്ങളും. വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫുൾ ഐസായിട്ടുള്ള റിവറിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ ഇതാക്കിയിട്ടൊക്കെ കളിക്കുന്നുണ്ട്. രാഹുൽ ഇവിടെ സ്ലൈഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഇതൊന്ന് കുത്തി നോക്കിയാലോ. അടിയിൽ മീനൊക്കെ എന്തായിരിക്കും അവസ്ഥ? ഹൈബർനേഷനിൽ പോയിട്ടുണ്ടോ? നമുക്കറിയാൻ പാടില്ല. എന്താണ് FMG പഠിച്ച ഡോക്ടർ പറയൂ. ഇത് ലേക്കാണ് കേട്ടോ ഗൈസ്. ലേക്കിന്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് വരുന്ന സൂപ്പർമാൻ രാഹുൽ. അങ്ങനെ നമ്മൾ സ്നോ മൊബൈൽ ഈസ് എ വെഹിക്കിൾ യൂസ് ടു ട്രാവൽ ഓൺ സ്നോ ടെറൈൻ. ആ വണ്ടിയിൽ നമ്മൾ കയറാനായിട്ട് പോവാണ് കേട്ടോ. അതിന് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 ആൾക്ക് അതിൽ കയറാവുന്നതാണ്. 2 ആൾക്ക് കയറിയിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചിട്ട്, അതായത് നമ്മൾ ലേക്കിൻ്റെ മുകളിൽ കൂടെ സ്നോ പിടിച്ച ഐസായ ലേക്കിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ബൈക്ക് ഓടിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. നമ്മളിത് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇനി കയറാം. നമ്മുടെ ഡ്രൈവർ അക്ഷയ് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കയറി. പക്ഷേ റേസിംഗ് ആണോ? നമുക്കിവിടെ നോക്കാം. നമുക്കിനി ക്യാമറ പിടിക്കാനായിട്ട് അനന്യ കുട്ടിയുണ്ട് ബാക്കിൽ. അനന്യ ക്യാമറ പിടിച്ചോ, പറ്റല്ലേ? OK。还有这个吗？不要你。这个不要。No。OK。这个，对，就是这个，好，对，这一个。Guys， നമ്മളങ്ങനെ നമ്മുടെ വണ്ടി എടുത്തേക്കാണ് ഗൈസ്. നമ്മുടെ ലേക്കിന്റെ മുകളിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഏതൊക്കെ വഴി കൂടെ പോകുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം. കയ്യൊക്കെ മരവിക്കുവാണ്. നമ്മൾ തിരിക്കാൻ പോകട്ടോ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഐസ് ആൻഡ് സ്നോ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും സോങ്ഹുവ റിവറിന്റെ മുകളിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ ഗൈസ്. അങ്ങനെ നമ്മള് റൈഡൊക്കെ കഴിഞ്ഞ് വന്നേക്കാണ് ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? ഇവിടെ ഗൈസ് നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പല രീതിക്കുള്ള സ്നോ കൂടെ ഓടിക്കുന്ന, അതായത് ഐസിൻ്റെ മുകളിൽ കൂടെ ഓടിക്കുന്ന കുറേ വണ്ടികളും അതേപോലെ തന്നെ സൈക്കിൾ ഓടിക്കണതും അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഒരു കാർട്ടിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ ഐറ്റമായ നമ്മുടെ നാട്ടിലൊക്കെ ബനാന റൈഡ്, ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബനാന റൈഡ് എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവമുണ്ട്. അതിൻ്റെ പോലെ തന്നെ ഇവിടുത്തെ സ്കേറ്റർ പില്ലർ എന്ന് പറഞ്ഞ ഒരു റൈഡിലോട്ടാണ് നമ്മൾ കയറാൻ പോണത്. അഭിഷേകാണ് അതിൻ്റെ പേര് പറഞ്ഞു തന്നത്. സ്കേറ്റർ പില്ലർ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം അതൊരു കാറ്റർ പില്ലറിൻ്റെ കണക്കുണ്ട്. അപ്പോൾ അതിനെ സ്കേറ്റർ പില്ലർ എന്നാക്കിയേക്കാണ് അഭിഷേക്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലോട്ട് കയറി നോക്കാം. നമ്മുടെ ടീം മൊത്തം കയറുന്നുണ്ട് കേട്ടോ. ഹാർബിനിലെ അനന്യ കയറുന്നുണ്ട്, പിന്നെ നമ്മുടെ മൈമൂന കയറുന്നുണ്ട്, പിന്നെ അക്ഷയ് കയറുന്നുണ്ട്, അക്ഷയിൻ്റെ ഫ്രണ്ട് കയറുന്നുണ്ട്, പിന്നെ അങ്ങനെ അഭിഷേക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. നമുക്കൊരു വണ്ടി ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. വണ്ടിക്ക് വേണ്ടിയിട്ട് ടയറിൻ്റെ മുകളിൽ ഫുള്ള് ഈ ഗ്രിപ്പും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കാറ്റർ പില്ലറിൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, കാറ്റർ പില്ലറിൽ എവിടെ ഇരിക്കും നമ്മൾ? സോനാലിയാ ഇടയിലല്ല, ഇവിടെ ജേബിയാണോ? ആയാ
നീ പേടിച്ചോ? ഇത് പിടിച്ചിരുന്നാലാണ് നമ്മൾ ഇതാവുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായും തെറിച്ചു വീഴും. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. നമ്മുടെ വണ്ടി വിട്ടേക്കാണ് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുറച്ചും കൂടി എൻജോയ് ചെയ്ത് അവളെ ചോദിച്ചു. മൈമു തെറിച്ചു പോയിരുന്നോ? മൈമു അതിന്റെ ഇടയിലൊന്ന് പോയിട്ട് കയറി തോന്നുന്നു. അതിനുണ്ടായിരുന്നു അവിടെ അക്ഷയ്? അടിപൊളി. അക്ഷയ്, നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വരണം കേട്ടോ ഇതിന്. ഓക്കെ ഗൈസ്, ഇത് നല്ല സൂപ്പർ റൈഡ് ആയിരുന്നു. അപ്പൊ അക്ഷയ് അടുത്ത പ്രാവശ്യം അക്ഷയന്റെ ബോയ് ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ സ്നോയിലൊക്കെ നടക്കുമ്പോൾ ഈ ഹീറ്റിംഗ് പാഡ് നല്ല രീതിക്ക് വെക്കണം. നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ ഷൂസിൻ്റെ ഉള്ളിലായിട്ട് ഹീറ്റിംഗ് പാഡ് വെക്കുക. അതായത് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സൊക്കെ വെക്കുന്നുണ്ട്. ഇവിടുത്തെ ലോക്കലൈറ്റ് ആണെന്ന് പറഞ്ഞാലും മൈമൂനയ്ക്ക് ഒരു കാലിലാണ് വെക്കേണ്ടുള്ളൂ എന്നാണ് പറയുന്നത്. മൈമൂന് കാരണം ഇവിടുത്തെ ഹാർബിൻ ലോക്കലൈറ്റ് ആണ്. അനന്യ പിന്നെ 2 കാലിലും വെച്ച് സെറ്റ് ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്താ ലോക്കലൈറ്റിന് പറയാനുള്ളത്? ലോക്കലൈറ്റിന് ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ പറ്റില്ല എന്ന് എന്താ പറഞ്ഞല്ലോ? കൈ പിടിക്കണം എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. വേണ്ട. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോവാണ് കേട്ടോ. സ്നോയിൽ ഫുള്ള് ഫേമസ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ. ഇതാണ് ആ സംഭവം. നമ്മൾ അതായത് 70-80 ഡിഗ്രീസിലുള്ള വെള്ളത്തിനെടുത്തിട്ട് നമ്മൾ ഈ ഒരു -8 -10 വെച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുക. അത് ഒഴിക്കണത് നമ്മൾ സൂക്ഷിച്ച് പ്രൊഫഷണൽ ട്രെയിനിങ് ഇല്ലാണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2nd ഡിഗ്രി ബേൺ വരെ കിട്ടാനുള്ള ചാൻസ് ഉള്ളത് ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിന് ചെയ്യാനായിട്ട് ഇവിടെ ഏകദേശം 98 യുവാൻസ് ആണ്. നാട്ടിൽ ഏകദേശം ഒരു 1100-1200 രൂപ വരും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവർ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് തരും. ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം. ഇത് മൊത്തം സ്നോ ആണ് കേട്ടോ. ഈ സ്നോ വെച്ചിട്ടാണ് ഇവിടെ വാള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ അതിനിപ്പോൾ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ തേച്ച് മിനുക്കുന്നുണ്ട് ഇവിടെ. ഇതേ കണക്കാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളും ഓരോ ആർട്ടിസ്റ്റിൻ്റെ കഴിവിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. റഷ്യനെ അടുപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ റഷ്യൻ ഷോപ്പുകൾ നമുക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ അത്യാവശ്യം റഷ്യൻ ക്രൗഡും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ സ്ട്രീറ്റിലെ ഒരു വഴിയിലൂടെയാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു ദോങ്ബൈ ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹാർബിനിൽ ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ദോങ്ബൈ സ്പെഷ്യൽ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ ചൈനീസൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മുടെ ടീം മൊത്തം ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ ഒരേ ഫുഡ് ഐറ്റം ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മധുരമുള്ള ചിക്കൻ ഫ്രൈ ആവുന്നു. അക്ഷയ് കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം പറയും. അക്ഷയ് എങ്ങനെയുണ്ട്? അഭിഷേക് ഓൾറെഡി കഴിച്ചിട്ട് അടിപൊളി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അക്ഷയിൻ്റെ അഭിപ്രായം ചോദിച്ചു നോക്കാം. കൊള്ളാം. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം കുറേ രീതിക്കുള്ള ദോങ്ബൈ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നമുക്ക് വന്നാൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. നേരെ ഫോട്ടോ നോക്കിയിട്ട് ഫുഡ് ഓർഡർ ചെയ്താൽ മതി. ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്യാം. ചിക്കൻ, മട്ടൺ, ബീഫ്, പോർക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ ഫിഷിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളും ഒരു ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ മഷ്റൂമിൻ്റെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വെജിറ്റേറിയൻ ആയ രാഹുൽ. എങ്ങനെയുണ്ട് രാഹുൽ? മഷ്റൂം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ ടെൻഡർ കേട്ടോ. ടെൻഡറാണോ? ഇത് ചിക്കൻ ടെൻഡറല്ലല്ലോ. നല്ല എരിവുള്ള നല്ല സിച്ചുവാൻ പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള ദോങ്ബൈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആള് എനിക്ക് എത്തിച്ചു നോക്കുന്നുണ്ട്. കോഴി പറക്കുമെന്നാണോ? അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ വന്നേക്കാണ് കേട്ടോ. ഒരു സൂപ്പർ ഫിഷ് വന്നിട്ടുണ്ട്. അപ്പുറത്ത് ബീഫിൻ്റെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മൈമൂനക്കാണ്. മൈമൂന നമ്മൾ വടകരയിൽ നിന്ന് മീറ്റ് ചെയ്തതാണ് കേട്ടോ. മൈമൂനൊക്കെ വടകര നമ്മൾ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത്. അപ്പോൾ മൈമൂന നമുക്ക് MRI പോയിട്ട് വലിയ ഫിഷ് പൊള്ളിച്ചതൊക്കെ ഫുൾ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതാണ് മൈമൂന അല്ലേ അഭിഷേക്? അഭിഷേക് അവിടെ ഇരുന്നിട്ട് ഒരു പ്ലേറ്റിൽ എരിവുള്ളതും ഒരു പ്ലേറ്റിൽ മധുരമുള്ളതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പ്ലേറ്റിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അഭിഷേക് ബുദ്ധി വിമാനം. മൈമു കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമോ? നെല്ലെടുത്താ മതി. സോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫിഷാണ് അത്. മൈമു കഴിച്ചു നോക്കുന്നുണ്ട്. ഹാർബിനിലെ ലോക്കലൈറ്റ് ഹാർബിൻ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ?
എത്ര റേറ്റ് ചെയ്യും 10-ൽ? 7. ഓക്കെ. MR നാട്ടിലത്തെ ഫുഡ് തന്നെയാണല്ലോ എപ്പോഴും നല്ലത്. രാഹുലിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് മൊത്തം ഇലക്കറികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഫുൾ രാഹുൽ ഇലകളിരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ റൈസൊക്കെ കൂട്ടി സെറ്റായി കഴിക്കുന്നുണ്ട്. ഓക്കെ കഴിച്ച് ഇനി നമുക്ക് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേക്കാണ്. ഇവിടെ എല്ലാ സംഭവങ്ങളും ക്ലീൻ ആക്കി. ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെൻറ്റ് സോഫിയ കത്തീഡ്രലും അതേപോലെ ഏറ്റവും വിചിത്രമായ നമ്മുടെ ആ ലേക്കിലൂടെയുള്ള ഓരോ അഡ്വഞ്ചർ ഐറ്റംസൊക്കെ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അക്ഷയ് നമ്മുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അക്ഷയിന് ഭയങ്കര നാണമായിട്ട് ഇപ്പം അക്ഷയ് മാറി നിൽക്കുകയാണ്. അത് കാരണം അക്ഷയ് നമ്മളൊപ്പം എൻഡിങ് വീഡിയോ ഒക്കെ ഒന്നും വന്നില്ല. ഓക്കെ ഗൈസ്, ബൈ.